അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICCയുടെ അറസ്റ്റ് വാറണ്ട് 2024 നവംബറിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ലഭിക്കുന്നത്. നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC അറസ്റ്റ് വാറണ്ട് അന്ന് പുറപ്പെടുവിച്ചു. അന്ന് അമേരിക്ക അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് മുന്നോട്ട് വച്ചിരുന്നു. ഈ നീക്കത്തെ അസംബന്ധവും തെറ്റായതുമായ പ്രവർത്തികൾ എന്നും ഇസ്രായേൽ അതിനെ വെറുപ്പോടെ നിരസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അറസ്റ്റ് വാറണ്ട് എന്നാണ് കോടതി അന്ന് വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ ഇതിനുള്ള അപേക്ഷ നമുക്കറിയാം. ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാനൊക്കെ മുന്നോട്ട് വെച്ചതൊക്കെ വലിയ വാർത്തയായതാണ്. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വൈദ്യസഹായവും ഇന്ധനവും വൈദ്യുതിയും എന്നിവയൊക്കെ നിഷേധിക്കുന്നുവെന്നായിരുന്നു, ഇത്തരം ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കൾ ബോധപൂർവ്വം നിഷേധിച്ചുവെന്നായിരുന്നു ICCയുടെ ചേംബറിൻ്റെ വിലയിരുത്തൽ. തുടർന്നാണ് അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ഏകണ്ഠമായ തീരുമാനമായിരുന്നു ഇത് എങ്കിൽ പോലും ഇസ്രായേൽ അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ നിരസിച്ചിരുന്നു, തള്ളിയിരുന്നു. അന്ന് മുതൽ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ രാജ്യങ്ങളും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് മറ്റും ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തെളിവുകൾ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നൊക്കെ കോടതി കുറച്ച് കടുത്ത ഭാഷയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ നിരവധിയായ ചർച്ചകൾക്കൊക്കെ അന്ന് വിധേയമായതാണ്. പക്ഷേ ഇതൊക്കെ നെതന്യാഹു അതിൻ്റെ പൂർണ്ണമായ പുച്ഛത്തോടെ തള്ളിക്കളയുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിന് വലിയ തോതിൽ അമേരിക്കയുടെ പിന്തുണയും അന്നുണ്ടായിരുന്നു. തുടർന്നാണ് തങ്ങളുടെ അതിർത്തിയിൽ നെതന്യാഹു എന്ന് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യുമെന്ന് ICC അംഗങ്ങളായ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അന്ന് അറിയിച്ചത്. തുടർന്ന് നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധയോടെയാണ് നീങ്ങിയത്. പക്ഷേ ICC അംഗമായിരുന്ന ഹംഗറിയിൽ അദ്ദേഹം അതിനുശേഷം ഒരു ആദ്യ യാത്ര നടത്തി. ആദ്യമായി പിന്നീട് ഹംഗറിയിലേക്കാണ് പോയത്. ഹംഗറി പക്ഷേ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നും ഒരു പ്രസ്താവനയിലൂടെ ICCയിലെ തങ്ങളുടെ അംഗത്വം രാജിവെക്കുന്നു എന്നും പറയുകയായിരുന്നു. ഇപ്പോൾ പുതിയ വാർത്ത നെതന്യാഹു തൻ്റെ സഞ്ചാരപാത മാറ്റി എന്നുള്ളതാണ്. അതായത് അമേരിക്കയിലേക്കുള്ള യാത്രക്കിടയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ ആയിരുന്നു പറക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സഞ്ചാരപാത പൂർണ്ണമായും നെതന്യാഹു മാറ്റി അമേരിക്കയിലേക്ക് പോയി യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കി. യൂറോപ്യൻ റൂട്ട് മാറ്റിയതിനാൽ നെതന്യാഹുവിൻ്റെ വിമാനത്തിന് 600 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടി വന്നു എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് അനുസരിച്ച് നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ വിമാനം ഫ്രഞ്ചും സ്പാനിഷും വ്യോമാതിർത്തികൾ ഒഴിവാക്കിയാണ് പറന്നത്. ഈ രണ്ടു രാജ്യങ്ങളും നെതന്യാഹുവിനെ തങ്ങളുടെ അതിർത്തിയിൽ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളുടെയും മുകളിലൂടെ ഈ വിമാനം കടന്നുപോയില്ല. ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകവെയാണ് നെതന്യാഹുവിൻ്റെ ഈ ഔദ്യോഗിക വിമാനം വിങ്സ് ഓഫ് സായൻ, അതായത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനമെന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംരക്ഷണമുള്ള സെക്യൂരിറ്റിയുള്ള വിമാനമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന വിങ്സ് ഓഫ് സായൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയത്. യൂറോപ്യൻ വ്യോമാതിർത്തികളിലൂടെ ആണെങ്കിൽ ടെൽ അവീവിൽ നിന്ന് എളുപ്പത്തിൽ ന്യൂയോർക്കിലെത്താമായിരുന്നു. അങ്ങനെ പലപ്പോഴും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ പശ്ചാത്തലം നെതന്യാഹുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ് വിവരം. യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നാൽ ചിലപ്പോൾ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന് ചില ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു നെതന്യാഹുവിന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിമാനത്തിൻ്റെ റൂട്ട് മാപ്പ് പങ്കുവച്ച ലേഖകൻ്റെ വിവരമനുസരിച്ച് ഫ്രഞ്ചും സ്പാനിഷും വ്യോമാതിർത്തികൾ പൂർണ്ണമായും ഒഴിവാക്കി. അതായത് അവിടെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്ററേനിയൻ കടലിനും ജിബ്രാൾട്ടർ കടലിടുക്കിനും മുകളിലൂടെ മാത്രം പറന്നുവെന്നാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നതും ഈ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേൽ തങ്ങളോട് ഫ്രഞ്ച് വ്യോമപാത ഉപയോഗിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് അനുമതി നൽകിയിരുന്നുവെന്നും ഫ്രഞ്ച് നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനം ഈ വ്യോമപാത ഒഴിവാക്കുകയായിരുന്നു. കാരണം അനുവാദമുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം എന്തെങ്കിലും മാറ്റങ്ങൾ ആ രാജ്യത്തിൻ്റെ തീരുമാനത്തിലുണ്ടായാൽ അത് വലിയ തോതിൽ ദോഷം ചെയ്യുക ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആയിരിക്കും. തങ്ങളുടെ അതിർത്തികളിൽ നെതന്യാഹു എന്ന് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യുമെന്ന് രാജ്യാന്തര ക്രിമിനൽ കോടതി വിധിക്ക് ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസ്താവിച്ചതൊക്കെ ആ സമയത്ത് ഒരുപക്ഷെ നെതന്യാഹു ഓർത്തു കാണും. അന്ന് നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു യൂറോപ്യൻ യൂണിയനിലുള്ളവരുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ. അതായത് ഈ ICCയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് സ്പെയിനിൻ്റെ പ്രസ്താവന അന്ന് വന്നു. എന്നാൽ ഫ്രാൻസ് പറഞ്ഞത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്ത പശ്ചാത്തലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതേസമയം പുടിൻ്റെ കാര്യത്തിൽ തീർത്തും വിഭിന്നമായ നിലപാടാണ് ഫ്രാൻസ് കൈക്കൊണ്ടത്. ഇസ്രായേലിനെയും അമേരിക്കയെയും പോലെ റഷ്യയും രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ അംഗമല്ല.
ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിനും വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടിയാണ് വ്യാഴാഴ്ച പുലർച്ചെ നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. യാത്രയ്ക്ക് മുമ്പ് ടെൽ അവീവിലെ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസ്, UK, കാനഡ, ഓസ്ട്രേലിയ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. ഇതാണ് നെതന്യാഹുവിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും മറ്റും ചെയ്തത്. ഈ സാഹചര്യമൊക്കെ, പുതിയ സാഹചര്യമൊക്കെ നെതന്യാഹുവിനെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കണം. അത്തരത്തിൽ നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 159 രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതേസമയം ഇത്തരത്തിൽ റൂട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പ്രതികരണങ്ങൾ തേടിയെങ്കിലും അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇതിനു മുൻപ് ഒരു അമേരിക്കൻ യാത്ര ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് വഴിയായിരുന്നു അന്ന് അമേരിക്കയിലേക്ക് നെതന്യാഹുവിൻ്റെ സഞ്ചാരം. ഇപ്പോഴത്തെ പുതിയ സാഹചര്യം വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമുക്കറിയാം, നെതന്യാഹു തൻ്റേതായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഗസയെ പൂർണ്ണമായും ഒഴിപ്പിക്കുക, ഗസയിൽ പുതിയൊരു സംവിധാനം സൃഷ്ടിക്കുക, ഒപ്പം ഗസയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ആ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. ലോകരാജ്യങ്ങളാകട്ടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലസ്തീന് ചില സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനൊക്കെയുള്ള നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റു ഭാഗത്തു നിന്ന് ഉണ്ട്. അവിടെയാണ് നെതന്യാഹുവിൻ്റെ പുതിയ സഞ്ചാര മാറ്റമൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഭീരുത്വമാണ് ഇതിന് പിന്നിൽ എന്ന് നെതന്യാഹു ശത്രുക്കൾ പറയുന്നു. പക്ഷേ ഇപ്പോഴത്താകട്ടെ അത് തങ്ങളുടെ നയതന്ത്രജ്ഞതയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടാണ്. ലോകത്ത് മറ്റൊരു അസ്വാരസ്യത്തിന് തങ്ങൾ തയ്യാറാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് എന്നുള്ള വിശദീകരണങ്ങളൊക്കെ ചില ഇസ്രയേലി നയതന്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.